السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തന്ന് സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ഉറക്കത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഇബ്ലീസ് 3 കെട്ടുകൾ കെട്ടും. ഓരോ കെട്ടിലും അലൈക ലൈലൻ ത്വീല, സുദീർഘമായ രാത്രിയെ അവന് ആശംസിച്ചുകൊണ്ടാണ് ലഅനത്താക്കപ്പെട്ട ശൈത്താൻ ഓരോ കെട്ടും കെട്ടുന്നത്. ആ കെട്ടുകളെ നാം അഴിക്കേണ്ടതുണ്ട്. ആ കെട്ടുകളെ അഴിക്കാനുള്ള മാർഗങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കെട്ട് അഴിക്കുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ ഉണർന്നാൽ, ഇദസ്തൈഖള വദിക്റുല്ലാഹ്, അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ ഇൻ ഹല്ലത്തുൽ ഉഖ്ദ, ആ ദിക്ർ ചൊല്ലുമ്പോൾ അവൻ്റെ ഒന്നാമത്തെ കെട്ട് അഴിയുകയാണ്. രണ്ടാമത്തത് ഫഇദാ തവല്ല, അവൻ രണ്ടാമതായി വുളൂ ചെയ്യുമ്പോൾ അവൻ്റെ ഇൻ ഹല്ലത്തുൽ ഉഖ്ദത്തുൻ നുഖ്റ, രണ്ടാമത്തെ കെട്ടും അഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ പവിത്രമായ ഒന്നാണ് വുളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിൽ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ, വുളൂ കാരണം അവരുടെ കൈകാലുകൾ പ്രകാശിക്കും, അത് കണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശേഷിപ്പിച്ച ഒരുപാട് മഹത്വങ്ങളുള്ള വളരെ പുണ്യമായ ഒരു ഇബാദത്താണല്ലോ വുളൂ. ആ വുളൂ എടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ട് അഴിയുകയാണ്. ഇനി മൂന്നാമത്തെ കെട്ടാണ് വഇൻ സ്വല്ലാ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ച് ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവൻ മുസല്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മൂന്നാമത്തെ കെട്ടും അഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ 3 കെട്ടും അഴിക്കുന്നവരാണോ എന്ന് ഹൃദയത്തിൽ കൈവച്ച് സ്വന്തമായി ചിന്തിക്കേണ്ടുന്ന സമയമാണ്. പാതിരാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി വജഅൽന ലൈല ലിബാസ, രാത്രിയെ നമുക്ക് ഉറങ്ങാൻ അല്ലാഹു സൗകര്യപ്പെടുത്തി തന്നതാണ്. ഇന്ന് പലരും രാത്രിയിൽ ഉറങ്ങാതെ വളരെ വൈകി ഉറങ്ങുന്നത് അഭിമാനം പറയുന്നവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് എതിർത്തിട്ടുള്ളതാണ്. യാതൊരു കാരണങ്ങളുമില്ലാതെ സമയത്തെ, രാത്രിയെ പകല് പോലെ ചെലവഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തൊരു കാര്യമാണ്. അതുകൊണ്ട് രാത്രിയെ നമുക്ക് ഉറങ്ങി നമ്മളുടെ ആരോഗ്യത്തെ ക്രമീകരിക്കാൻ, നമ്മുടെ ക്ഷീണത്തെ മാറ്റാനുള്ളതാണ്. ആ രാത്രിയിൽ ഉറക്കൊളിച്ച് രാവിലെ ഉണരണമെന്ന് പഠിപ്പിച്ചപ്പോൾ ആ ഉണരേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുകയാണ്. മിഅ്റാജിൻ്റെ രാത്രിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന, ആ മനുഷ്യൻ്റെ സമീപത്തൊരാൾ ഒരു പാറക്കല്ലുമായി ഇരിക്കുന്നു. ആ പാറക്കല്ലുകൊണ്ട് ആ മനുഷ്യൻ്റെ തല അടിച്ചു പൊളിക്കുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് അവരെ അങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ മറുപടിയാണ് അല്ലദീന നാമൂ അൻ സ്വലാത്തി സുബ്ഹി, അവര് സുബ്ഹി നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിക്കളഞ്ഞ ആളുകളാണ്. സുബ്ഹിക്ക് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ കുറേ ആളുകൾ സുഖകരമായി ഉറങ്ങുന്നുവെങ്കിൽ അവർക്ക് ആഖിറത്തിൽ വരാനിരിക്കുന്ന ശിക്ഷയാണ്. മാത്രവുമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, പ്രഭാത സമയത്ത് എല്ലാവർക്കും എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് ചെയ്യണം. ആ ബറക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉണരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇബ്ലീസ് നമ്മളെ തലോടിക്കൊണ്ട് കെട്ടുന്ന 3 കെട്ടുകൾ അഴിക്കുന്നവരാകണം. അതിന് 1, നമ്മൾ ഉണർന്നാൽ ഉടനെ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. 2, വുളൂ ചെയ്യുമ്പോഴാണ്. 3, നിസ്കാരത്തിൻ്റെ മുസല്ലയിൽ ചെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ആയതുകൊണ്ട്
ഇൻഷാ അല്ലാഹ് ഈ ഇൽമ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇബ്ലീസിൻ്റെ കെട്ടഴിക്കുന്നവരാകാൻ നാം ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം നല്ല മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.